कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद्भागवतम ചതുർത്ഥ സ്കന്ധം 6-ാമത്തെ അധ്യായം. ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു. ശ്ലോകം 39 മുതൽ 43 വരെ വായിക്കാം. തം ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം വ്യുപാശ്രിതം ഗിരിശം യോഗഗച്ഛാം സലോകപാലാമുനയോ മനൂന ആദ്യം മനും പ്രാഞ്ജലയ പ്രണേമോ. സതോപലഭ്യാഗതമാത്മയോനിം സുരാസുരേശൈരഭിവന്ദിതാംഘ്രിഃ ഉത്ഥായ ചക്രേ ശിരസാഭിവന്ദന മഹത്മർഹത്തമാകസ്യ യഥൈവ വിഷ്ണുഃ. തഥാ പരേ സിദ്ധഗണാ മഹർഷിഭിർ വൈ സമന്താദനുനീലലോഹിതം നമസ്കൃത പ്രാഹ ശശാങ്കശേഖരം കൃതപ്രണാമം പ്രഹസന്നിവാത്മഭൂ. ബ്രഹ്മോവാച ജാനേ ത്വാമീശം വിശ്വസ്യ ജഗതോ യോനിബീജയോഃ ശക്തേ ശിവസ്യ ച പരം യത്തദ്ബ്രഹ്മ നിരന്തരം. ത്വമേവ ഭഗവന്നേതത് ശിവശക്ത്യാ സ്വരൂപയോ വിശ്വം സൃജസി പാസ്യസി ക്രീഡൻ ഊർണപടോ യഥാ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ് ബേബി മാതാജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:1 അധ്യായം 6. ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു. ശ്ലോകം 39. തം ബ്രഹ്മ നിർവാണ സമാധിമാശ്രിതം വിഭാശ്രിതം ഗിരിശം യോഗകക്ഷാം സലോകപാല മുനയോ മനൂന ആദ്യം മനും പ്രാഞ്ജലയാ പ്രണേമോ. വിവർത്തനം. ഇന്ദ്രന്റെ നേതൃത്വത്തിൽ എല്ലാ ദേവന്മാരും മുനിമാരും തൊഴുകൈകളോടെ മഹാദേവന് ആദരപ്രണാമങ്ങൾ അർപ്പിച്ചു. കാഷായ വസ്ത്രധാരിയും ധ്യാനനിരതനുമായ മഹാദേവൻ എല്ലാ മുനിമാരിലും അഗ്രഗണ്യനായി കാണപ്പെട്ടു. ഹരേ കൃഷ്ണ. ശ്ലോകം 40. സദൂപലഭ്യ ഗതമാത്മയോനീം സുരാസുരേശൈരഭിവന്ദിതാംഗ്രീം ഉത്തായ ചക്രേ ശിരസാഭിവന്ദന അർഹത്തമാകസ്യ യദൈവ വിഷ്ണു. വിവർത്തനം. ദേവന്മാരാലും അസുരന്മാരാലും ആരാധിക്കപ്പെടുന്നതാണ് മഹാദേവന്റെ പാദാരവിന്ദങ്ങൾ. അത്രയും ഉന്നത പദവിയിലായിരുന്നിട്ടും പക്ഷേ മറ്റു ദേവന്മാർക്കൊപ്പം ബ്രഹ്മദേവനെ ദർശിച്ച അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങൾ തൊട്ടുവണങ്ങി നമസ്കാരങ്ങൾ അർപ്പിച്ചു. കശ്യപ മുനിക്ക് വാമനദേവൻ നമസ്കാരങ്ങൾ അർപ്പിച്ചതുപോലെ. ഹരേ കൃഷ്ണ. ശ്ലോകം 41. തഥാ പരേ സിദ്ധഗണാ മഹർഷിഭിർ വൈ സമന്താദനുനീലലോഹിതം നമസ്കൃത പ്രാഹ ശശാങ്കശേഖരം കൃതപ്രണാമം പ്രഹസന്നിവാത്മഭൂ. വിവർത്തനം. മഹാദേവനൊപ്പം ഉപവിഷ്ടരായിരുന്ന
നാരദനും മറ്റുള്ള മുനിമാരും ബ്രഹ്മദേവനെ ബഹുമാനപൂർവ്വം നമസ്കാരങ്ങൾ അർപ്പിച്ചു. ആരാധിക്കപ്പെട്ട ശേഷം ബ്രഹ്മദേവൻ മന്ദസ്മിതത്തോടെ മഹാദേവനോട് സംസാരിച്ചു. ശ്ലോകം 42. ബ്രഹ്മോവാച ജാനേ ത്വമീശം വിശ്വസ്യ ജഗതോ യോനി ബീജയോ ശക്തേ ശിവസ്യ ചാപരം യത്തദ് ബ്രഹ്മ നിരന്തരം. വിവർത്തനം. ബ്രഹ്മദേവ് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മഹാദേവനെ, അങ്ങ് സമസ്ത ഭൗതിക ആവിഷ്കാരത്തിന്റെയും നിയന്താവും ലൗകിക സൃഷ്ടിയുടെ മാതാവും പിതാവും ഭൗതിക സൃഷ്ടിക്ക് അതീതനായ പരബ്രഹ്മനും ആകുന്നു. ആ രീതിയിലാണ് ഞാൻ അങ്ങയെ അറിയുന്നത്. ശ്ലോകം 43. ത്വമേവ ഭഗവന്നേത ശിവശക്ത്യാ സ്വരൂപയോ വിശ്വം സൃജസ്സി പാസ്യൽസി ക്രീഡന്നൂർണ പടോ യഥാ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് ഈ ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, അതിനെ പരിപാലിക്കുന്നു. അങ്ങയുടെ വ്യക്തിത്വത്തിന്റെ വിസ്തരണത്താൽ സംഹരിക്കുകയും ചെയ്യുന്നു. ഒരു ചിലന്തി അതിന്റെ വല സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഒടുവിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് പോലെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബേബി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് മറ്റു ദേവന്മാരോടൊപ്പം, ഇന്ദ്രൻ തുടങ്ങി മറ്റു ദേവന്മാരോടൊപ്പം കൈലാസത്തിൽ മഹാദേവനെ ദർശിച്ച സമയത്ത് മഹാദേവൻ നാരദ മഹർഷി അടക്കമുള്ള മറ്റു മഹർഷിമാരോടും സിദ്ധന്മാരോടും ഒപ്പം കുമാരന്മാർ തുടങ്ങിയ മറ്റു മഹർഷിമാരോടൊപ്പം ഇരുന്നു കൊണ്ട്, അവരുടെ നേതൃസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുകയായി. മഹാദേവൻ എങ്ങനെയാണ് ഇരുന്നത് എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചു. മഹാദേവൻ വലിയൊരു വടവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ഇരുന്നിരുന്നത്. ആ വടവൃക്ഷത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരിക്കലും അധികമായിട്ടുള്ള അത്യുഷ്ണം ബാധിച്ചിരുന്നില്ല. അവിടെ മറ്റ് പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ശബ്ദകോലാഹലങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ധ്യാനത്തിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മഹാദേവനെ കണ്ട സമയത്ത് മറ്റ് മഹർഷിമാരോടും സിദ്ധന്മാരോടും ഒപ്പം മഹാദേവനെ കണ്ട സമയത്ത് ബ്രഹ്മാവിനോടൊപ്പം വന്ന എല്ലാ ദേവന്മാരും, ദേവേന്ദ്രൻ അടക്കമുള്ള എല്ലാ ദേവന്മാരും മഹാദേവനെ പ്രണമിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. 39-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സലോകപാല മുനയോ മനൂന ആദ്യം മനു പ്രാഞ്ജലയോ പ്രണയമം. എല്ലാ ലോകപാലന്മാരും, വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാരെല്ലാവരും, ദേവേന്ദ്രനടക്കമുള്ള എല്ലാ ദേവന്മാരും മഹാദേവനെ പ്രണമിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് മഹാദേവൻ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട്. തം ബ്രഹ്മനിർവാണ സമാധിമാശ്രിത. മഹാദേവൻ പൂർണ്ണമായിട്ടും ഭഗവാനെ, പരമമായിട്ടുള്ള ബ്രഹ്മത്തിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രഹ്മത്തിനെ ധ്യാനിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അതീന്ദ്രിയ ഗുണങ്ങളെ ധ്യാനിക്കുകയാണ്. ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ നാമവും എല്ലാം ആത്മീയമാണ്, ഭൗതികമല്ല. അതുകൊണ്ടാണ് അവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ദിവ്യം എന്ന് പറയും. ജന്മകർമ്മച്ചമേ ദിവ്യം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമവും രൂപവും ലീലകളും ഭഗവാന്റെ ഗുണഗണങ്ങളും ഇതെല്ലാം ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ സമാധിയാണ്, ബ്രഹ്മസമാധിയാണ്. സാധാരണഗതിയിൽ നമ്മുടെ മനസ്സ് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൽ നിന്ന് മാറി ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നതാണ് സമാധി എന്ന് പറയുന്നത്. നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് സമാധി അവസ്ഥ. അങ്ങനെയുള്ള ബ്രഹ്മസമാധിയിലായിരുന്നു മഹാദേവൻ ഇരുന്നിരുന്നത് എന്ന് പറയുന്നു. തം ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം. അങ്ങനെ സമാധിയിലിരുന്ന മഹാദേവനെ എല്ലാ ദേവന്മാരും, ദേവേന്ദ്രനടക്കമുള്ള എല്ലാ ദേവന്മാരും പ്രണമിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് മഹാദേവൻ എല്ലാവരെയും കണ്ടു, എല്ലാ ദേവന്മാരെയും കണ്ടു. ബ്രഹ്മാവിനെയും ബ്രഹ്മാവിന്റെ നേതൃത്വത്തിലുള്ള മറ്റു ദേവന്മാരെയും കണ്ട സമയത്ത് മഹാദേവൻ ബ്രഹ്മാവിനെ പ്രണമിച്ചു എന്നാണ് പറയുന്നത്. 40-ാമത്തെ ശ്ലോകത്തിൽ
സദൂപലഭ്യാഗതമാത്മയോനിം സുരാസുരേഷഭിവന്ദിതാംഘ്രി ഉത്ഥായ ചക്രേ ശിരസാഭിവന്ദന മഹത് മർഹത്തമകസ്യ യഥൈവ വിഷ്ണു. മഹാദേവൻ യഥാർത്ഥത്തിൽ ബ്രഹ്മാവിനേക്കാൾ ഉയർന്ന വ്യക്തിയാണ്. എല്ലാ ദേവന്മാരാലും അസുരന്മാരാലും എല്ലാം ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്നിവിടെ പറയുന്നു. സുരാസുരേശർ അഭിവന്ദിതാംഗ്രി. സുരന്മാരും അസുരന്മാരും ഒരേപോലെ ആരാധിക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ. ബ്രഹ്മാവിനേക്കാൾ ഉയർന്ന വ്യക്തിത്വമാണ്. എന്നിട്ട് പോലും ബ്രഹ്മാവിനെ കണ്ട സമയത്ത് മഹാദേവൻ എഴുന്നേറ്റു. ഉത്ഥായ ചക്രേ ശിരസാഭിവന്ദനം. എഴുന്നേറ്റ് നിന്ന് പൂർണ്ണമായിട്ടും ബ്രഹ്മാവിന് ദണ്ഡ നമസ്കാരം ചെയ്തു. ശിരസ് തറയിൽ മുട്ടിച്ചുകൊണ്ട് ചെയ്യുന്ന നമസ്കാരമാണ് ദണ്ഡ നമസ്കാരം. പൂർണ്ണമായിട്ടും നമസ്കാരം ചെയ്തു. ശിരസാഭിവന്ദനം, ശിരസ് തറയിൽ മുട്ടിച്ചുകൊണ്ട് നമസ്കരിച്ചു എന്ന് പറയും. ഏതുപോലെ അർഹത്തമ കസ്യ യഥൈവ വിഷ്ണു. ഭഗവാൻ വിഷ്ണു വാമനമൂർത്തിയായിട്ട് അവതരിച്ച സമയത്ത് കശ്യപ മുനിയെ എങ്ങനെയാണോ നമസ്കരിച്ചത് അതേപോലെ നമസ്കരിച്ചു എന്ന് പറയും. എന്താണ് അതിന്റെ അർത്ഥം? ഭഗവാന് യഥാർത്ഥത്തിൽ ആരും നമസ്കരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനേക്കാൾ ഉയർന്ന വ്യക്തിയായിട്ട് ആരുമില്ല. മത്തപരതരം നാണ്യത് കിഞ്ചിതസ്തി ധനഞ്ജയ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്നേക്കാൾ ഉയർന്ന വ്യക്തിയായിട്ട് ആരുമില്ല. ബ്രഹ്മാവും പറയുന്നുണ്ട് ഭഗവാനേക്കാൾ ഉയർന്ന വ്യക്തിയായിട്ട് ആരുമില്ല എന്ന്. അപ്പോൾ ഭഗവാനോ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങൾക്കോ ആരെയും നമസ്കരിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് ഒരു ജീവസത്തയാണ്, ജീവാത്മാവാണ്. പക്ഷെ ഭൗതിക ലോകത്ത് ബ്രഹ്മാവിനെ താൻ പിതാവായി സ്വീകരിച്ചത് കൊണ്ട്, ബ്രഹ്മാവിലൂടെ ഭൗതിക ലോകത്തിലേക്ക് മഹാദേവൻ പ്രവേശിച്ചത് കൊണ്ട് മഹാദേവൻ ബ്രഹ്മാവിനെ പിതാവായി കണക്കാക്കി, പിതാവിന്റെ സ്ഥാനത്ത് കണക്കാക്കി. എങ്ങനെയാണ് ഒരു പിതാവിനെ ആരാധിക്കേണ്ടത് എന്ന് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിന് വേണ്ടി മഹാദേവൻ വാമനമൂർത്തി കശ്യപനെ നമസ്കരിച്ചതുപോലെ കശ്യപനെയാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച സമയത്ത് പിതാവായിട്ട് സ്വീകരിച്ചത്. പക്ഷെ ഭഗവാന്റെ സ്ഥാനത്തിന് ഒരിക്കലും ഏത് അവതാരം എടുത്തു കഴിഞ്ഞാലും ഒരു മാറ്റവും വരുന്നില്ല. എന്നാൽ പോലും ലോകത്തെ കാണിക്കുന്നതിന് വേണ്ടി, ലോകത്തിന് മാതൃകയാക്കുന്നതിന് വേണ്ടി മുതിർന്നവർക്ക് എങ്ങനെയാണ് ബഹുമാനം നൽകേണ്ടത്, പിതാവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി വാമനമൂർത്തി കശ്യപനെ നമസ്കരിച്ചു. അതേപോലെ ഇവിടെ തന്റെ ഭൗതിക പിതാവായിട്ടുള്ള ബ്രഹ്മാവിനെ മഹാദേവൻ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ ദേവന്മാരാലും അസുരന്മാരാലും ആരാധിക്കപ്പെടുന്നവനാണെങ്കിൽ പോലും ഞാൻ എല്ലാവരുടെയും ദേവനാണ് എന്നുള്ള ഭാവത്തിലല്ല മഹാദേവൻ ഇരുന്നിരുന്നത്. തന്റെ പിതാവാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ആരാധിക്കണം. മാത്രമല്ല അത് മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്നുള്ള രീതിയിൽ മഹാദേവൻ ബ്രഹ്മാവിനെ നമസ്കരിച്ചു എന്ന് പറയും. ശിരസ് കൊണ്ട് അഭിവന്ദനം ചെയ്തു. ഉത്ഥായ ചക്രേ ശിരസാഭിവന്ദന എന്ന് പറയും. സദൂപലഭ്യാഗതമാത്മയോനി. ഇവിടെ ആത്മയോനി എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ്. ആത്മയോനി അതായത് നേരിട്ട് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ആത്മയോനി. മാതാപിതാക്കളിലൂടെ ജനിച്ച വ്യക്തിയല്ല ബ്രഹ്മാവ്. നേരിട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച വ്യക്തിയായതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ആത്മയോനി, അല്ലെങ്കിൽ ചില സ്ഥലത്ത് സ്വയംഭൂ എന്ന് പറയുന്നത്. സ്വയം ബ്രഹ്മ, സ്വയംഭൂ, ആത്മയോനി എന്നൊക്കെ പറയുന്നത് ബ്രഹ്മാവിനെയാണ്. അപ്പോൾ ആത്മയോനിയായിട്ടുള്ള ബ്രഹ്മാവിനെ ദേവന്മാരും അസുരന്മാരും ആരാധിക്കുന്ന മഹാദേവൻ നമസ്കരിച്ചു എന്നിവിടെ പറയും. കശ്യപനെ വാമനമൂർത്തി നമസ്കരിച്ചതുപോലെ മഹാദേവൻ ബ്രഹ്മാവിനെ നമസ്കരിച്ചു എന്ന് പറയും. തഥാ പരേ സിദ്ധഗണാ മഹർഷിഭിർ ഏവൈ സമന്താദ അനുൽമീലലോഹിതം നമസ്കൃത പ്രാശശാങ്കശേഖരം കൃതപ്രണാമം പ്രഹസന്നിവാത്മഭൂ. ആ സമയത്ത് മഹാദേവൻ ബ്രഹ്മാവിനെ നമസ്കരിച്ച സമയത്ത് മഹാദേവനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മഹർഷിമാരും സിദ്ധഗണങ്ങളും ബ്രഹ്മാവിനെ നമസ്കരിച്ചു എന്ന്. മഹാദേവൻ നമസ്കരിച്ച സമയത്ത് മറ്റെല്ലാവരും നാരദ മഹർഷിയുടെ നേതൃത്വത്തിലുള്ള, സനത്കുമാരന്മാരുടെ നേതൃത്വത്തിലുള്ള മഹർഷിമാരും സിദ്ധന്മാരും എല്ലാവരും ബ്രഹ്മാവിനെ നമസ്കരിച്ചു.
എന്ന് പറഞ്ഞു. യവേ സമന്താത് അനുനീല ലോഹിതം. മഹാദേവനെ അനുകരിച്ചുകൊണ്ട് എല്ലാവരും ബ്രഹ്മാവിനെ നമസ്കരിച്ചു. നമസ്കൃതപ്രാഹ ശശാങ്ക ശേഖരം കൃതപ്രണാമം പ്രഹസന്നിവാത്മഭൂ. അപ്പൊ എങ്ങനെ എല്ലാവരുടെയും ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ബ്രഹ്മാവ് മഹാദേവനോട് സംസാരിക്കാൻ ആരംഭിച്ചു എന്ന് പറയും. എങ്ങനെയാണ് സംസാരിക്കാൻ ആരംഭിച്ചത്? കൃതപ്രണാമം പ്രഹസന്നിവാത്മം. ഒരു മന്ദസ്മിതത്തോടുകൂടി ബ്രഹ്മാവ് സംസാരിക്കാൻ ആരംഭിച്ചു എന്ന് പറയും. പ്രഹസൻ, തിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി. ഉള്ളിൽ കുറച്ച് ഭയമുണ്ട് എന്നാണ് ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദർ പറയുന്നത് ബ്രഹ്മാവിന്. കാരണം മഹാദേവൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇരിക്കുന്നത്. തന്റെ പത്നി ദേഹത്യാഗം ചെയ്തു. അതേപോലെ ദക്ഷനും മറ്റു ബ്രാഹ്മണരും മഹാദേവനെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി. ബ്രാഹ്മണന്മാർ മഹാദേവന്റെ അനുയായികളെ ശപിച്ചു. ഇങ്ങനെ യജ്ഞങ്ങളെല്ലാം താറുമാറായിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത്. ആ സമയത്ത് മഹാദേവൻ കുപിതനായേക്കുമോ എന്നുള്ള ഭയം ബ്രഹ്മാവിന് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ആ ഭയം പുറമേ പ്രകടിപ്പിക്കാതെ, പുറമേ മന്ദഹസിച്ചുകൊണ്ട്, തിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മവാച, എന്താണ് ബ്രഹ്മാവ് പറഞ്ഞത് എന്ന് പറയുന്നു 42ാമത്തെ ശ്ലോകത്തിൽ. ജാനേ ത്വാമീശം വിശ്വസ്യ ജഗതോ യോനിബീജയോ ശക്തേ ശിവസ്യ ച പരം യത്തദ് ബ്രഹ്മ നിരന്തരം. ബ്രഹ്മാവിനെ മഹാദേവൻ നമസ്കരിച്ചെങ്കിലും മഹാദേവൻ തന്നെക്കാൾ ഉയർന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം ബ്രഹ്മാവിന് പൂർണ്ണമായിട്ടും അറിയാം. ബ്രഹ്മാവ് അജ്ഞാനിയല്ല, വേദങ്ങളെല്ലാം അറിയുന്ന വ്യക്തിയാണ് ബ്രഹ്മാവ്. ആദ്യമായിട്ട് വേദങ്ങൾ ഭഗവാൻ കൊടുത്തിട്ടുള്ളത് ബ്രഹ്മാവിനാണ്. തന്നെ ബ്രഹ്മഹൃദ ആദികവയെ. അതുകൊണ്ട് ബ്രഹ്മാവിന് എല്ലാ ദേവന്മാരുടെയും ഭഗവാന്റെ പൊസിഷനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് മഹാദേവനെ സ്തുതിച്ചുകൊണ്ടാണ്, മഹാദേവന്റെ സ്ഥാനത്തിനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് ആരംഭിക്കുന്നത്. മഹാദേവൻ തന്നെ പ്രണമിച്ചെങ്കിലും തന്നെക്കാൾ ഉയർന്ന വ്യക്തിയാണ് മഹാദേവൻ എന്നുള്ള കാര്യം ഇവിടെ ബ്രഹ്മാവ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ബ്രഹ്മാവ് മഹാദേവനെ മനസ്സിലാക്കിയത്? ബ്രഹ്മാവിന് മഹാദേവനെ കുറിച്ചുള്ള സാക്ഷാത്കാരം എന്താണ് എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത്. ജാനേ ത്വമീശം വിശ്വസ്യ ജഗതോ യോനി ബീജയോ. ഞാൻ എങ്ങനെയാണ് അങ്ങനെ മനസ്സിലാക്കുന്നത് എന്ന് ബ്രഹ്മാവ് പറയുന്നു. എന്താണ് മഹാദേവനെ കുറിച്ച് ബ്രഹ്മാവ് മനസ്സിലാക്കിയത്? വിശ്വസ്യ ജഗതോ യോനി ബീജയോ. അങ്ങ് ഈ ജഗത്ത് എന്ന് പറയുന്നത് ഭൗതിക ലോകമാണ്. ഭൗതിക ലോകത്തിന്റെ യോനി ബീജയും മാതാവും പിതാവും അങ്ങ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശക്തേ ശിവസ്യ ച പരം യത്തദ് ബ്രഹ്മ നിരന്തരം. മാത്രമല്ല മഹാദേവൻ ഒരു സാധാരണ ജീവാത്മാവല്ല. ജീവാത്മാവിന്റെ വിഭാഗത്തിൽ മഹാദേവനെ പെടുത്താൻ സാധിക്കില്ല. മഹാദേവൻ ഏത് വിഭാഗത്തിലാണ്? പരം ബ്രഹ്മ യത്തദ് ബ്രഹ്മപരം. ബ്രഹ്മം തന്നെയാണ് അങ്ങ്. ഭഗവാന്റെ അവതാരം തന്നെയാണ്. ഭഗവാനാണ് പരംബ്രഹ്മ, അല്ലെ? ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്നുണ്ട്, പരംബ്രഹ്മ പരം ധാമ പവിത്രം പരം ഭുമ. അപ്പോൾ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. യത്തദ് ബ്രഹ്മ പരം നിരന്തരം. അങ്ങ് പരംബ്രഹ്മം തന്നെയാണ്. ആ ശിവശക്തി, ശക്തേ ശിവസ്യ ച പരം യത്തദ് ബ്രഹ്മ നിരന്തരം. ശിവശക്തി, ശിവനും പാർവതിയും ആണ് ഈ ലോകത്തിന്റെ മാതാവും പിതാവും എന്ന് പറഞ്ഞു. അതേപോലെ അങ്ങ് സാധാരണ ഒരു ജീവസത്യ അല്ല, അങ്ങ് പരമമായിട്ടുള്ള ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു. ജാനേ ത്വമീശം വിശ്വസ്യ. ഈ ജഗത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിയും അങ്ങ് തന്നെയാണ് എന്ന് പറഞ്ഞു. മഹാദേവന്റെ ശക്തി കൊണ്ട് ഈ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും. മഹാദേവന്റെ ശക്തി അപരിമേയമാണ് എന്ന് പറയും. ഈ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കാൻ ശക്തിയുള്ള വ്യക്തിയാണ് മഹാദേവൻ. അതെനിക്കറിയാം എന്നുള്ള കാര്യം ബ്രഹ്മാവിടെ പറയുകയാണ്. ത്വമേവ ഭഗവന്നേത ശിവശക്തിയോ സ്വരൂപയോ വിശ്വം സൃജതി ഭാസ്യസി ക്രീഡന്നൂർണപടോ യഥാ. മഹാദേവന് ഈ ലോകത്തിനെ സൃഷ്ടിക്കാനും സംഹരിക്കാനും നിലനിർത്താനും സാധിക്കും എന്നുള്ള കാര്യം കൂടി ബ്രഹ്മാവ് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തിനെ സൃഷ്ടിക്കുന്നതിനും
സംഹരിക്കുന്നതിനും നിലനിർത്തുന്നതിനും നേരിട്ട് ഭഗവാന്റെ ആവശ്യമില്ല. അത് ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെ നിർവഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. പരാസ്യശക്തി വിവിധൈവ ശ്രൂയതേ മയാധ്യക്ഷേണ പ്രകൃതി ശ്രൂയതേ സചരാചരം എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. എന്റെ അധ്യക്ഷതയിൽ ഈ പ്രകൃതി പ്രവർത്തിക്കുകയാണ്. എന്റെ നിർദ്ദേശം മാത്രം മതി. ഞാൻ അവിടെ പോയി നിന്ന് ഓരോന്ന് ചെയ്യേണ്ട, ഓരോ പ്രവൃത്തികൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഈ 3 ലോകങ്ങളിലും എനിക്ക് യാതൊരു പ്രവൃത്തിയുമില്ല, ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ നേരിട്ട് ഭഗവാന് സൃഷ്ടിയോ സ്ഥിതിയോ സംഹാരമോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഭഗവാന്റെ ശക്തിയായിട്ടുള്ള ദുർഗാദേവിക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. ബ്രഹ്മസംഹിതയിൽ അങ്ങനെ പറയുന്നു. ഛായേവ യസ്യ ഭുവനാനി വിവർത്തി ദുർഗ സൃഷ്ടിസ്ഥിതി കാരണശക്തി സൃഷ്ടിസ്ഥിതി പ്രളയ സാധന ശക്തിരേവ എന്ന്. സൃഷ്ടിസ്ഥിതി പ്രളയ സാധന ശക്തിരേവ ഛായേവ യസ്യ ഭുവനാനി വിവർത്തി ദുർഗ. ദുർഗാദേവിക്ക് തന്നെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? ഭഗവാന്റെ ശക്തിയാണ്, മായാശക്തിയാണ് ദുർഗാദേവി. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ദുർഗാദേവിക്ക് ഈ ലോകത്തിനെ സൃഷ്ടിക്കാനും ഈ ലോകത്തിനെ സംഹരിക്കാനും ഈ ലോകത്തിനെ നിലനിർത്താനും സാധിക്കുന്ന ഭഗവാന്റെ നിഴൽ ശക്തിയാണ് ഛായേവയസ്യ ഭുവനാനി വിവർത്തി ദുർഗ. ഭഗവാന്റെ നിഴൽ ശക്തിയാണ് ദുർഗാദേവി എന്ന് പറയും. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള കാര്യമാണ് ഭഗവാനെ സംബന്ധിച്ച്. അത് നടത്തുന്നതിന് ഭഗവാൻ നേരിട്ട് വരേണ്ട ആവശ്യമില്ല. അത് ദുർഗാദേവിക്ക് തന്നെ സാധിക്കുന്നത്. അങ്ങനെയുള്ള ദുർഗാദേവിയുടെ പതിയാണ് മഹാദേവൻ. അതുകൊണ്ട് മഹാദേവനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയും. ത്വമേവ ഭഗവൻ നേതത് ശിവശക്തിയോ സ്വരൂപയോ വിശ്വം സൃജതി ഭാസ്യസി. വിശ്വം സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ഉപസംഹരിക്കുകയും ചെയ്യുന്നത് അങ്ങ് തന്നെയാണ് എന്ന് പറയും. ഏതുപോലെയാണ്? ക്രീഡൻ ഊർണപടോ യഥ. ഊർണപടോ എന്ന് പറയുന്നത് ചിലന്തിയാണ്. ഒരു ചിലന്തി വലയാണ് ഊർണപടം എന്ന് പറയാം. ഊർണം എന്ന് പറയുന്നത് ഊർണനാഭി. ഊർണം എന്ന് പറയുന്നത് ചിലന്തിയാണ്. ചിലന്തി സ്വന്തം ശരീരത്തിൽ നിന്ന് വല നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ചിലന്തിക്ക് അതിന്റെ കൂട് നിർമ്മിക്കുന്നതിന് പുറമേ നിന്നൊന്നും ശേഖരിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ശരീരത്തിൽ നിന്നുള്ള സ്രവം കൊണ്ട് ചിലന്തി ആ വല നിർമ്മിക്കുകയും കുറച്ചു കാലം അതിനെ പരിപാലിക്കുകയും കുറച്ചു കഴിയുന്ന സമയത്ത് അതിനെ വീണ്ടും ഉപസംഹരിക്കുകയും ചെയ്യും. അതിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല, മറ്റൊന്നിന്റെയും സഹായം ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് ഭഗവാൻ സ്വന്തം ശക്തി കൊണ്ട് ഈ മുഴുവൻ ജഗത്തിനെയും വിശ്വം സൃജതി പാസ്യത്തി, ജഗത്തിനെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും അതേപോലെ ഉപസംഹരിക്കുകയും ചെയ്യും. അങ്ങനെ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ എന്ന് മഹാദേവനെ കുറിച്ച് തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ബ്രഹ്മാവ് മഹാദേവന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. ഇനിയും ബ്രഹ്മാവിന്റെ സ്തുതി തുടരുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം തുടർന്ന് വായിക്കാം. അപ്പോൾ നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ആരാണ് ജപിക്കുന്നത്? ഹരേ കൃഷ്ണ ബിജു പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ബിജു പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.